വളരെയധികം സന്തോഷമുണ്ട്. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സാം ഇങ്ങനെ ആയിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഭയങ്കര ഡെസ്പായി പോയി. കാരണം മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും നമ്മൾ നോർമലി വരുന്ന മാർക്കിന് അങ്ങനെ നോക്കുമ്പോൾ വിഷമമുണ്ടായി. പക്ഷേ പിന്നെ എല്ലാവർക്കും പാടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് സ്കോർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു ഭയങ്കര നല്ല സന്തോഷവും അഭിമാനം. ഞാൻ സ്ലീപ്പ് അങ്ങനെ കളയാറില്ലായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് 7 മണിക്കൂർ എന്ന് ഉറങ്ങും. എനിക്ക് അത് ഞാൻ മാറ്റിയിട്ടില്ല. പിന്നെ ഫുഡും എല്ലാം കറക്റ്റായിട്ട് കഴിക്കണം. ഒന്നും പഠിക്കാൻ വേണ്ടി സ്കിപ്പ് ചെയ്യുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉള്ളൊരാഗ്രഹം ഡോക്ടർ ആവണം എന്നുള്ളൊരാഗ്രഹം മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടി ബ്രില്യൻ തിരഞ്ഞെടുത്തത് തന്നെ ഞങ്ങൾക്ക് തെറ്റുപറ്റിയില്ലെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ബ്രില്യൻ്റ് ആക്ച്വലി അവരുടെ മോഡൽ എക്സാംസ് ഒരിക്കലും എപ്പോഴും എളുപ്പമൊന്നായിരുന്നില്ല. അവർ ഇപ്പം നീറ്റ് എക്സാം എളുപ്പമാകും എന്ന് എക്സ്പെക്ട് ചെയ്തല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരുന്നത്. എല്ലാ ലെവൽ എക്സാംസ് ഇടുമായിരുന്നു. ചില ദിവസം ഭയങ്കര എളുപ്പമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പം അങ്ങനെ എല്ലാ ടൈപ്പ് എക്സാംസും എഴുതി വന്നപ്പോൾ ഈ എക്സാമും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഒരു മോഡൽ എക്സാം വെച്ച് നോക്കുമ്പോൾ എഴുതാൻ കുഴപ്പമുണ്ടായില്ല. ഹായ് ഓൾ, നമ്മൾ ഇന്നുള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് കളമശ്ശേരിയിലാണ്. ഇന്ന് നമ്മോടൊപ്പം ശ്രേയ അനിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി വളരെ അഭിമാനപൂർവ്വം നമ്മോടൊപ്പം ചേരുകയാണ്. നീറ്റ് 2025 ഉയർന്നൊരു സ്കോർ കരസ്ഥമാക്കിയ ഏറ്റവും മിടുക്കിയ വിദ്യാർത്ഥിയാണ് ശ്രേയ. ശ്രേയയോടൊപ്പം അഭിമാനപൂർവ്വം 2 പേരോട് ഇരിപ്പുണ്ട്. ഒന്ന് ശ്രേയയുടെ ഫാദറാണ്, മറ്റൊന്ന് നമ്മോടൊപ്പം ഏറെ അഭിമാനപൂർവ്വം ഇരിക്കുന്ന നമ്മുടെ എറണാകുളം സെൻറ്റർ കോർഡിനേറ്റർ അനീഷ് സാറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രില്യൻ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അഭിമാനം നിറഞ്ഞ നിമിഷമാണ്. കാരണം റിസൾട്ട് വന്നപ്പോഴേക്കും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ വിദ്യാർത്ഥികളാണ് എണ്ണം പറഞ്ഞ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിലൊരാൾ ശ്രേയയ്ക്ക് ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പറയാനുണ്ട്. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തും. ഫാദറും മദറും ഒക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ്റെ പേര് എൻ അനിൽകുമാർ എന്നാണ്. അച്ഛൻ കേരള ബാങ്കിൽ GM ആയി വർക്ക് ചെയ്യുന്നു. അമ്മയുടെ പേര് രജി AP എന്നാണ്. അമ്മ NSS കോളേജ് രാജകുമാരിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എനിക്ക് ചേട്ടനുണ്ട്. ചേട്ടൻ അമൃത എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലത്ത് ഫൈനൽ ഇയർ ആണ്. ഓക്കെ, അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് അല്ലേ? ഓക്കെ. പക്ഷേ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? ഒരുപാട് സന്തോഷമുണ്ട്, അറിയാം. അതിലുപരി കാരണം ഏറ്റവും ഹാർഡായിട്ടുള്ള എക്സാം ആയിരുന്നു നീറ്റ് 2025 എന്ന് പറഞ്ഞാൽ. നീറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു എക്സാമില്ല. ആ എക്സാമിൽ വളരെ മികച്ചൊരു സ്കോർ കരസ്ഥമാക്കി മേടിക്കുകയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മോൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേർണി? നീറ്റ് കാലഘട്ടം, പ്രിപ്പറേഷൻ കാലഘട്ടം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെയധികം സന്തോഷമുണ്ട്. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സാം ഇങ്ങനെ ആയിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഭയങ്കര ഡെസ്പായി പോയി. കാരണം മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും നമ്മൾ നോർമലി വരുന്ന മാർക്കിന് അങ്ങനെ നോക്കുമ്പോൾ വിഷമമുണ്ടായി. പക്ഷേ പിന്നെ എല്ലാവർക്കും പാടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് സ്കോർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു ഭയങ്കര നല്ല സന്തോഷവും അഭിമാനവും. അതെ, അതായത് പാൻ ഇന്ത്യൻ ലെവലിൽ എക്സാം ഭയങ്കര ടഫായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കേട്ടപ്പോൾ നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട് അല്ലേ? നമ്മൾ നല്ലൊരു സ്കോർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഹാർഡായിട്ടുള്ളൊരു എക്സാമിനെ ഫേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവണം, അതിനെ തരണം ചെയ്തിട്ടുണ്ടാവണം. അതിന് ബ്രില്യൻ്റ് നിങ്ങൾക്ക് ഒരുക്കി തന്നിരുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോയ ശ്രേയ എങ്ങനെയാണ് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതിയതാണ്? ബ്രില്യൻ്റ് ആക്ച്വലി അവരുടെ മോഡൽ എക്സാംസ് ഒരിക്കലും എപ്പോഴും എളുപ്പമൊന്നായിരുന്നില്ല. അവർ ഇപ്പം നീറ്റ് എക്സാം എളുപ്പമാകും എന്ന് എക്സ്പെക്ട് ചെയ്തല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരുന്നത്. എല്ലാ ലെവൽ എക്സാംസും ഇടുമായിരുന്നു. ചില ദിവസം ഭയങ്കര എളുപ്പമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പം അങ്ങനെ എല്ലാ ടൈപ്പ് എക്സാംസും എഴുതി വന്നപ്പോൾ ഈ എക്സാമും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഒരു മോഡൽ എക്സാം വെച്ച് നോക്കുമ്പോൾ എഴുതാൻ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ മോൾ ഓൾറെഡി പറഞ്ഞു ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഇതിനു മുമ്പ് ഫേസ് ചെയ്ത് ചെറിയൊരു ഫെമിലിയാരിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ഇതിലേക്ക് എത്തിയപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ പോലും അല്ല, ഭയങ്കര ഹാർഡായിരുന്നു. അപ്പോൾ അന്ന് അതായത് ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം എഴുതിയിരുന്ന ആ സമയത്ത് മോൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? ആ ഹാർഡ് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യുമ്പോൾ മോൾക്ക് അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായിരുന്നു അന്ന് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ? അന്ന് ഹാർഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കും. അത് അങ്ങനെ അത് സ്കിപ്പ് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ അത് നോക്കി വെക്കുമായിരുന്നു, മനസ്സിലാക്കി ക്വസ്റ്റ്യൻ അത് ട്രൈ ചെയ്യുമായിരുന്നു. തെറ്റുന്ന അന്ന് തന്നെ ക്ലിയർ ചെയ്യുമായിരുന്നു. അത് സോൾവ് ചെയ്ത് പോയായിരുന്നു. അങ്ങനെ പാടാതെ സ്കിപ്പ് ചെയ്യാറില്ലായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ബ്രില്യൻറ്റിൽ വന്ന് നമ്മൾ റിയലൈസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു മെൻറ്ററിങ് സിസ്റ്റം, അതുപോലെ തന്നെ പ്രൊഫസേഴ്സിൽ നമുക്ക് ഡൗട്ട് നേരിട്ട് ചെന്ന് ക്ലിയർ ചെയ്യാം, അതുപോലെ തന്നെ ബ്രില്യൻ്റെ എൻറ്റയർ ക്ലാസ് റൂം ആംബിയൻസ്, ഇതൊക്കെ മോള് നമ്മുടെ പാലാ സെൻറ്ററിലാണ് പഠിച്ചത് അല്ലേ? പാലാ സെൻറ്ററിൽ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മോളെ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? റിപ്പീറ്റിംഗ് കാലയളവിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ള മോക്ക്? റിപ്പീറ്റ് വളരെ നല്ലതായിരുന്നു. അവിടെ ബ്രില്യൻ ഫുൾ സപ്പോർട്ട് ഉണ്ടായി. എൻ്റെ ഹോസ്റ്റൽ എമറാൾഡ് ആയിരുന്നു. നല്ല ആംബിയൻസ്, നല്ല ഫ്രണ്ട്സ്. ഞങ്ങളുടെ വാർഡൻ ഭയങ്കര അടിപൊളിയായിരുന്നു.
ലൈക്ക് ഒരു ടീച്ചർ എന്നതിലുപരി ലൈക്ക് ഒരു ചേച്ചി പോലെ തന്നെയായിരുന്നു. ഓക്കെ. ഭയങ്കര നമുക്ക് എന്തും പറയാം. ലൈക്ക് മിസ് ലൈക്ക് ദേഷ്യമൊന്നും പെടത്തില്ല. ലൈക്ക് നമ്മൾ തെറ്റ് ചെയ്താലും ലൈക്ക് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ. വീട് വിട്ട് മാറി നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺസേൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഫുഡ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ മറ്റു ആളുകളൊക്കെ എങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്നതിലുപരി ലൈക്ക് നമ്മളുമായിട്ട് മിണ്ടുന്നവർക്കൊക്കെ എങ്ങനെ ആയിരിക്കാം നമ്മളോടൊരു അപ്രോച്ച് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ചെറിയ കൺസേൺ ഉണ്ടാവും നമ്മൾ മാറി നിൽക്കുമ്പോൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എങ്ങനെയാണ്? ബെർലിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ? ഫുഡൊക്കെ നല്ലതായിരുന്നു. ലൈക്ക് നമുക്കൊരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും അപ്പോൾ നമുക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല ഇതുവരെ. അവർക്കും തോന്നിയിട്ടില്ല, വീട്ടുകാർക്കും. ഓക്കെ. ഇപ്പോൾ തീർച്ചയായിട്ടും മോൾക്ക് ഓരോരോ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ വരുമ്പോൾ അതിപ്പോൾ ഏത് മക്കളാണെങ്കിലും ആദ്യം അത് തുറന്നു പറയുന്നത് പേരൻസിനോടാണ്. മകൾക്കൊരു ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം മോൾ ആദ്യം പറഞ്ഞത് പേരൻസിനോട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ട വഴി കണ്ടെത്തിയത് നമ്മളാണ്. അതിൽ ബ്രില്യൻറ്റിന് ഒരു സ്ഥാനമുണ്ട് അല്ലേ? ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര നല്ല സ്കോർ കരസ്ഥമാക്കി കേരളത്തിലെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളിൽ ഒരാളാണ് ശ്രേയ. ആസ് എ പേരൻറ്റ് എന്താണ് ബ്രില്യൻ ഫാമിലിയോട് പറയാനുള്ളത്? ബ്രില്യൻറ്റിൻ്റെ ഒരു വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ മോൾ ഷെയർ ചെയ്തത് എന്താണ്? വളരെ നല്ല സന്തോഷമുണ്ട് ഇപ്പം. കാരണം ഞങ്ങൾ അവളുടെ ഒരു ആഗ്രഹം ഡോക്ടർ ആവണം എന്നുള്ളൊരാഗ്രഹം മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടി ബ്രില്യൻ തിരഞ്ഞെടുത്തത് തന്നെ ഞങ്ങൾക്ക് തെറ്റുപറ്റിയില്ലെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം മെൻറ്ററിങ് വളരെ നല്ലതാണ്. ഹോസ്റ്റൽ ഉൾപ്പെടെ അതുപോലെ അവിടെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല ഒരു സപ്പോർട്ടിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാനും, ഏത് രാത്രിയായാലും ചോദിക്കാനും, മെസ്സേജൊക്കെ ഇട്ടാലും അപ്പം തന്നെ നമുക്ക് സപ്പോർട്ട് മറുപടി കിട്ടും. അതുപോലെ വളരെ ഒരു ഹാൻഡ് ഹോൾഡിങ് സപ്പോർട്ടാണ് ബ്രില്യൻ്റെ ഭാഗത്തു നിന്ന് കുട്ടികൾക്കുണ്ടാകുന്നതെന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ബ്രില്യൻ ചൂസ് ചെയ്തതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. എനിക്ക് വളരെ അഭിമാനമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ ആവണമെന്നുള്ളൊരു ആഗ്രഹം അത് ഇന്ന് മുതലാണ് മോളുടെ മനസ്സിലൂടെ എടുക്കുന്നത്? കുഞ്ഞിലെ പോലെ തന്നെ ആക്ച്വലി എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാൻ ഡോക്ടർ ആവണമെന്ന്. ഇവരെപ്പോഴും ലൈക്ക് അങ്ങനെ കേട്ട് ആക്ച്വലി എനിക്ക് ഭയങ്കര ഡ്രീമായിരുന്നു. എന്നോട് പണ്ട് എപ്പോഴും ആര് ചോദിച്ചാലും ഞാൻ ഡോക്ടർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ലൈക്ക് 10th ആ ചൂസ് ചെയ്യേണ്ട ഒരു സമയം വന്നപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്തെടുക്കണമെന്ന്. പക്ഷേ 12th ആയപ്പോഴേക്കും ഞാൻ ഫൈനലൈസ് ചെയ്തു എനിക്ക് ഡോക്ടർ മതി. അപ്പോൾ ഈ ഒരു വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അമ്മയായിരിക്കുമല്ലോ അല്ലേ? നമ്മളെ ഈ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരുടെ ഒരു സംശയമാണ് എങ്ങനെ പഠിക്കണം, നമ്മൾ എങ്ങനെ അതിനുള്ള സമയം കണ്ടെത്തണം, എങ്ങനെയായിരിക്കണം നമ്മൾ ആ ഒരു വർഷം സ്പെൻഡ് ചെയ്യേണ്ടത് ഒരു സക്സസ്സിലെത്താൻ? മോൾക്ക് എന്താണ് അതിന് പറയാനുള്ളത്? പഠിക്കാൻ തുടങ്ങുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഞാൻ ആക്ച്വലി ഞാൻ ഈ വർഷം റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചല്ല ഇങ്ങനെ പഠിച്ചത്. ഞാൻ അത്യാവശ്യം ലൈക്ക് ബ്രേക്കൊക്കെ എടുത്ത് സമാധാനത്തോടെ തന്നെയാണ് പഠിച്ചത്. ലൈക്ക് ഞാൻ റെഫറൻസിന് പോകുമായിരുന്നു എന്നും. ഞാൻ എന്നും റെഗുലറായി റെഫറൻസിന് പോയിരുന്നു. അവിടെ അപ്പം ആ കറക്റ്റ് ടൈമിൽ ബ്രേക്കും എല്ലാം ഉണ്ട്. അപ്പം നമ്മളിപ്പം ആ പഠിക്കുന്ന ഷെഡ്യൂളിലാണ് നമുക്ക് പഠിക്കണം. ലൈക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആ സമയത്ത് പഠിക്കുകയും ആ ബ്രേക്കിന് പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്യും. പിന്നെ ഞാൻ സ്ലീപ്പ് അങ്ങനെ കളയാറില്ലായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് 7 മണിക്കൂർ എന്നും ഉറക്കും. എനിക്ക് അത് ഞാൻ മാറ്റിയിട്ടില്ല. പിന്നെ ഫുഡും എല്ലാം കറക്റ്റായിട്ട് കഴിക്കണം. ഒന്നും പഠിക്കാൻ വേണ്ടി സ്കിപ്പ് ചെയ്യുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഫ്രണ്ട്സിനോട് സംസാരിക്കുക, എല്ലാം അതിൻ്റെ ഒരു ഫ്ലോയിൽ കൊണ്ടുപോയാൽ കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നല്ലൊരു സ്കോർ മേടിക്കാൻ പറ്റും അല്ലേ? ഓക്കെ. മോൾക്ക് ബ്രില്യൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർത്തെടുക്കുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ബ്രില്യൻ ഡേയ്സ്, മെമ്മറീസ്? ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയായിരിക്കും എൻ്റെ റൂംമേറ്റ് ആക്ച്വലി ഭയങ്കര നല്ലതായിരുന്നു. ആള് ലൈക്ക് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. എപ്പോഴും ലൈക്ക് ഞാനിപ്പോൾ ഒന്ന് ഡൗൺ ആവുകയാണെങ്കിലും ആളെപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. എല്ലാ തരത്തിലും ആൾ ബെസ്റ്റ് ആയിരുന്നു. പിന്നെ അതുമല്ല എൻ്റെ ഫ്രണ്ട്സ്, റൂംമേറ്റ് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് തന്നെ എല്ലാവരും ഞങ്ങളുടെ ക്ലാസ് എല്ലാം ആക്ച്വലി ഭയങ്കര വൈബായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര സ്ട്രെസ്സോ അങ്ങനെയൊന്നും ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കൂളായിട്ട് തന്നെ. ഓക്കെ. ഇപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും പറഞ്ഞേക്ക് ആ റൂമിൻ്റെ പേരോട് പറയണ്ടേ? എൻ്റെ റൂമിൻ്റെ പേര് അസൻ ഫാത്തിമ എന്നാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ആക്ച്വലി ഫുൾ പഠിത്തം എന്നല്ല, അവിടെ നമ്മുടെ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഫെയർവെൽ ഉണ്ടായി. ഞാൻ അതിനെ ആക്ച്വലി ആങ്കർ ചെയ്തിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവിടെ ബ്രില്യൻ ക്യാമ്പസിനടുത്ത് അവിടെ ഒരു അമ്പലം ഉണ്ടായി. അപ്പം അവിടെ ആക്ച്വലി ഉത്സവത്തിൻ്റെ സമയത്ത് നമ്മൾ ആക്ച്വലി പുറത്തൊക്കെ ഇറക്കി. ലൈക്ക് എല്ലാം നല്ല വൈബായിരുന്നു. ഫ്രണ്ട്സും എല്ലാവരും പുറത്തിറങ്ങി. അതൊക്കെ ഒരു പഠിത്തത്തിൻ്റെ ഒരു സ്ട്രെസ്സിൻ്റെ സമയത്ത് ഒരു ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. ഓക്കെ. അപ്പോൾ കുറേ ആളുകൾ പറയും എൻട്രൻസ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് പീരീഡ് ആണെന്നൊക്കെ പറയാറുണ്ട്. ഫ്രം മോളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മോള് പറയുന്നത് ഇത്ര സ്ട്രെസ് അല്ല, നമ്മളാണ് അതെങ്ങനെ മാനേജ് ചെയ്യണം അല്ലേ? ഇപ്പോൾ സ്ട്രെസ് ആവാം, ടെൻഷൻ ആവാം, എന്താണെങ്കിലും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്.
വളരെ കംഫർട്ടായിട്ട് ഹാൻഡിൽ ചെയ്ത ഇതുപോലെ തന്നെ നല്ലൊരു സ്കോറൊക്കെ കരസ്ഥമാക്കി നിങ്ങൾക്കും വരുന്ന വർഷങ്ങളിൽ വലിയ വിജയം നേടാൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രേയാനിൽ. ഏറ്റവും മിടുക്കിയ വിദ്യാർത്ഥിയാണ്. ബ്രില്യൻറ്റിലെ എല്ലാ പ്രോഗ്രാമുകളിലുമൊക്കെ മുന്നിൽ നിന്ന് ആങ്കറൊക്കെ ചെയ്ത് മറ്റുള്ളവരെയും ഒക്കെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന വിദ്യാർത്ഥി. മോളെ ഒരു കാര്യം കൂടി, മോളുടെ കൂടെ പഠിച്ച മോൾക്ക് അറിയാവുന്ന ഒരുപാട് പേർക്കൊക്കെ നല്ലൊരു റാങ്കും സ്കോറും ഒക്കെ കിട്ടിയിട്ടില്ലേ? ലൈക്ക് ഈ ബ്രില്യൻറ്റ് കാലയളവിൽ എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സാണ്. അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ്ങും മോട്ടിവേറ്റിങ്ങും എല്ലാമായിരുന്നു. ലൈക്ക് നമ്മളെല്ലാവരും ഒരു സ്വപ്നമാണ് കണ്ടിരുന്നത്. അതിനെല്ലാത്തിനും ഞങ്ങൾ മുന്നോട്ട് ഒരുമിച്ചാണ് പോയിരുന്നത്. എല്ലാവർക്കും നല്ല സ്കോർ ഉണ്ട്. ലൈക്ക് എല്ലാവർക്കും അവരുടെ ഡ്രീം കോളേജിൽ എത്താൻ കഴിയട്ടെ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഡ്രീം കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു. മോൾക്കൊരു ഡ്രീം കോളേജ് ആണല്ലേ? എൻ്റെ വലിയ ഡ്രീം ആയിരുന്നു ജിപ്മർ പോണ്ടിച്ചേരി. കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെസ്, അപ്പോൾ ഏറ്റവും നല്ലൊരു സ്കോർ കരസ്ഥമാക്കി ഏറ്റവും മിടുക്കിയ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ മോൾക്ക് ജിപ്മറിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.